പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പടക്കളം ഒറ്റപ്പാലത്ത് നിന്നുമാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. വളരെ സജീവമായി ഒരു പടക്കളം പ്രതീക്ഷിച്ചുകൊണ്ട് നേരിട്ട് നമ്മൾക്ക് ഈ ചർച്ചയിലേക്ക് കടക്കാം. നമ്മൾക്കൊപ്പം ഇന്ന് ഈ പടക്കളത്തിൽ പങ്കെടുക്കുന്നവരെ, നേതാക്കളെ, മുന്നണി വക്താക്കളെ ആദ്യം പരിചയപ്പെടാം. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA CPIM LDF, ജോമോൻ ചക്കാലക്കൽ BJP NDA, രതീഷ് പുതുശ്ശേരി കോൺഗ്രസ് UDF. ആദ്യം MLAയിൽ നിന്ന് തുടങ്ങാം. പാലക്കാടിൻ്റെ ഇത്തവണത്തെ കാറ്റ് ഇടത്തേക്കോ വലത്തേക്കോ അത് ജോമോൻ സമ്മതിക്കില്ല എന്നറിയാം. ത്രികോണ മത്സരം എന്ന ഉറച്ച ബോധ്യത്തിൽ നിൽക്കുന്ന ജോമോൻ മധ്യത്തിലുണ്ട്, BJP പ്രതിനിധിയുണ്ട്. ഇപ്പോഴത്തെ എം പിയുടെ പ്രവർത്തനങ്ങൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന വിഷയമായി ഇടതുമുന്നണി കാണുന്നുണ്ടോ? എന്താണ് ആമുഖമായി മുന്നണിക്ക് പറയാനുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. പാലക്കാട് മണ്ഡലം കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം ആദ്യം ജയിക്കുന്ന മണ്ഡലമായി തിരഞ്ഞെടുക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു ആത്മവിശ്വാസക്കുറവുമില്ല. ശരി, നമുക്ക് ഏതായാലും ഈ ചർച്ചയുടെ തുടക്കം ഇന്ന് എനിക്ക് തോന്നുന്നു കുറെ കൂടി മണ്ഡലത്തിനകത്ത് നിന്ന് പൊതുരാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് ആയിരിക്കും ഉചിതമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ രതീഷ്, സിറ്റിംഗ് സീറ്റ് VK ശ്രീകണ്ഠൻ എന്ന് പറയുന്ന MP നിങ്ങൾ വീണ്ടും മത്സരിപ്പിക്കുമ്പോൾ ആ MP എന്തു ചെയ്തു? മണ്ഡലം തൃപ്തരാണോ? മണ്ഡലത്തിലെ വോട്ടർമാർ തൃപ്തരാണോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതിൽ വലിയ വിമർശനം ഇടതുമുന്നണി ഇതിനോടകം അവതരിപ്പിച്ചിട്ടുമുണ്ട്. BJPക്കും സ്വാഭാവികമായും അതുണ്ടാകും. അതിനെ മുറിച്ച് മറികടന്ന് UDFന് ഈ പ്രചരണ കാലത്ത് പാലക്കാട്ട് പോകാനായോ? ഇപ്പോൾ MLA പറഞ്ഞത്, പ്രേംകുമാർ പറഞ്ഞത് കേട്ടല്ലോ, 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി ആദ്യം ജയിക്കും എന്ന് ഉറപ്പാക്കുന്ന മണ്ഡലം ചില സർവേകളിലും അത് കണ്ടിരുന്നു. അത് നിങ്ങളുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന, നിങ്ങളുടെ ഒരു സിറ്റിംഗ് സീറ്റ് കൈവിട്ടു പോകാവുന്ന ഘടകങ്ങൾ ഇവിടെ നിരവധിയാണോ? രതീഷ്, പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള 24/7 പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് പ്രിയപ്പെട്ട VK ശ്രീകണ്ഠൻ. VK ശ്രീകണ്ഠൻ പാലക്കാട് ഒരൊറ്റ ആത്മവിശ്വാസക്കുറവില്ല. നല്ല ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ പാലക്കാട് പാർലമെന്റ് മണ്ഡലം നിലനിർത്തും. അത് BJPക്ക് 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. ജോമോൻ, നിങ്ങൾക്ക് 3ാം സ്ഥാനമേ രണ്ടു കൂട്ടരും വെച്ചിട്ടുള്ളൂ. ഇവിടെ തുടക്കത്തിൽ താങ്കൾ തന്നെ പറഞ്ഞു ജോമോൻ ചക്കാലക്കൽ സമ്മതിച്ച് തരില്ല എന്ന്. താങ്കൾ വോട്ടെണ്ണുന്ന ജൂൺ 4-ന് ചാനൽ സ്റ്റുഡിയോയിൽ ഉണ്ടെങ്കിൽ താങ്കളുടെ നാവ് കൊണ്ട് താങ്കൾക്ക് പറയേണ്ടി വരുന്നൊരു വാക്ക് ഇതായിരിക്കും: അതാ അങ്ങ് കേരളത്തിൻ്റെ അറ്റത്ത് പാലക്കാട് ഒരു അട്ടിമറി സംഭവിച്ചിരിക്കുന്നു. C കൃഷ്ണകുമാർ എന്ന NDAയുടെ സ്ഥാനാർത്ഥി കേരളത്തിൽ ആദ്യ അക്കൗണ്ട് തുറന്നിരിക്കുന്നു എന്ന്. ആദ്യം കേരളത്തിൽ ജയിക്കാൻ പോകുന്ന ഒരു മണ്ഡലം ഞങ്ങൾ പാലക്കാട് ആയിരിക്കുമെന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. പാലക്കാട് മാത്രമല്ല, കേരളത്തിൽ 4-ലധികം മണ്ഡലങ്ങളിൽ ഞങ്ങൾ അക്കൗണ്ട് തുറന്നിരിക്കുമെന്ന് ശക്തമായി പറയാൻ ഈ അവസരത്തിൽ. ജോമോൻ 4 പറഞ്ഞ 4 സീറ്റിലെ ഒന്നാമത്തെ സീറ്റായിട്ട് നിങ്ങൾ കണക്കാക്കുന്ന പാലക്കാടായിരിക്കും. വ്യക്തമായ രാജീവ് ചന്ദ്രശേഖർ മൂഞ്ചിയോ? വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. മൂഞ്ചി എന്ന പദപ്രയോഗം ഒരു തെറ്റായിട്ടുള്ള പദപ്രയോഗമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. PC ജോർജ് അത് തമിഴ്നാട്ടിലേക്ക് കിടക്കണം. ശരി, അല്ല രതീഷ്, അങ്ങനെ കടുപ്പിടുത്തം പിടിച്ചാൽ നമ്മളത് ചർച്ച ചെയ്ത് പോകേണ്ടി വരും. അങ്ങനെ തെറ്റായിട്ടുള്ള പദമൊന്നുമല്ല, ഡിക്ഷണറി ഇല്ലാത്ത പദമൊന്നുമല്ല. അങ്ങനെ PC ജോർജ് പറയുന്ന എല്ലാ വാക്കുകളും കുഴപ്പമില്ല. PC ജോർജിനൊപ്പം എത്താൻ എനിക്കായിട്ടില്ല, കാരണം PC ജോർജിന് അത്ര എത്തില്ല. രണ്ട് മലയാളത്തിലെ ഏറ്റവും മോശമായ മ്ലേച്ഛമായ ഭാഷ. ഏത് ഭാഷ? മൂഞ്ചി എന്ന് പറഞ്ഞു. മൂഞ്ചി മലയാളത്തിൽ മോശമായ ഭാഷയാണോ? അല്ലല്ല, മോശമാണോ? അല്ല, മോശമാണോ? അല്ല, മോശമാണോ? തെറ്റില്ല. കാരണം നിങ്ങളുടെ ജോമൻ വേഗം തീർക്കൂ. നിങ്ങൾ 4-ൽ ഒന്നാമതായി കാണുന്ന പാലക്കാടാണ്. തിരുവനന്തപുരം അല്ല, തൃശ്ശൂരല്ല, ആറ്റിങ്ങലല്ല, പാലക്കാടാണ് അല്ലേ? ഞങ്ങൾ പറയുന്നു കേൾക്കൂ. വെറുതെ കൈയടി നേടാൻ പറയുന്നല്ല. കഴിഞ്ഞ 10 വർഷം ഒരു MP പോലും ഇല്ലാതെ ഈ മണ്ഡലത്തിൽ ഞങ്ങൾ ചെയ്ത വികസനങ്ങളുണ്ട്. കേന്ദ്ര സർക്കാർ ഒരു ചിറ്റമ്മ നയവും പാലക്കാട് മണ്ഡലത്തോട് കാണിച്ചിട്ടില്ല. കേരളത്തോട് കാണിച്ചു, പാലക്കാടിനോടില്ല. ഒരു കേരളത്തോടും കാണിച്ചിട്ടില്ല. ഈ രണ്ടുപേരുടെയും ആത്മവിശ്വാസം, അവരുടെ അസസ്മെന്റും ഉണ്ട്, ഇടയിൽ ചില തർക്കവും വന്നുണ്ട്. താങ്കൾക്ക് ഒരു ചെറിയ അവസരം കൂടി ഇവരിലേക്ക് പോകുന്നതിന് മുമ്പ്. നിലവിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 90,000 വോട്ടിൻ്റെ മേൽക്കൈ 5 MLAമാരുണ്ട്. 90,000 വോട്ടിൻ്റെ മേൽക്കൈ 3 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന് ഉള്ള മണ്ഡലമാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം എന്നുകൂടി വളരെ വിനയത്തോടുകൂടി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും എനിക്കൊന്ന് മണ്ഡലത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതമെന്ന് തോന്നുന്നു. പാലക്കാട് ലോക്സഭാ മണ്ഡലം, അതിൻ്റെ ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരിലേക്കും. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ ഒരു പത്രസമ്മേളനത്തിൽ
പ്രതിപക്ഷ നേതാവിനെ എങ്ങനെ സംബോധന ചെയ്തു എന്നത് കേരളം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഇവിടെ പങ്കെടുത്തിരിക്കുന്ന കോൺഗ്രസ് നേതാവ് എങ്ങനെ അത്തരം പ്രശ്നങ്ങളെ കാണും എന്നുള്ളതിന് ഒരതിശയവുമില്ല, ഒരത്ഭുതത്തിൻ്റെ അവകാശമില്ല. എനിക്ക് പറയാനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാവിനോട് ഞാൻ ചോദിക്കാനുള്ളത്, രാജ്യത്തെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ത്രിവർണ്ണ പതാക ഉയർന്നു വന്നത്. ആ ത്രിവർണ്ണ പതാക ഗാന്ധിജി പിടിച്ച പതാകയാണ്. ആ ത്രിവർണ്ണ പതാക ജവഹർലാൽ നെഹ്റു പിടിച്ച പതാകയാണ്. ആ ത്രിവർണ്ണ പതാക അബ്ദുൽ കലാം ആസാദ് പിടിച്ച പതാകയാണ്. EMS-ഉം AKG-യും P. കൃഷ്ണപിള്ളയും പിടിച്ച പതാകയാണ്. ആ ത്രിവർണ്ണ പതാകയാണ് സംഘപരിവാറുകാരനൊന്ന് കണ്ണുരുട്ടിയപ്പോ ചുരുട്ടി പോക്കറ്റിൽ വെച്ചുകൊണ്ട് നാട് വിട്ട് ഓടിപ്പോയത്. നിങ്ങൾക്ക് ഈ ത്രിവർണ്ണ പതാക സ്വന്തം കൊടി പോലും ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് സംഘപരിവാറിനെതിരെ യുദ്ധം ചെയ്യാൻ, സമരം ചെയ്യാൻ, അവരെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ നിങ്ങൾക്ക് കഴിയുന്നത് എങ്ങനെയെന്ന് കേരളത്തിലെ ജനങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താൽ ഇക്കാര്യം വ്യക്തമാകും. രതീഷ് മറുപടി വളരെ പ്രധാനപ്പെട്ട ഈ കാലത്ത് ചർച്ച ചെയ്യുന്ന വിഷയമാണ്. BJP ഭയന്ന് കൊടി പോലും ഒളിപ്പിച്ച കോൺഗ്രസ്, അതിന് ലീഗിനെ പ്രേരിപ്പിച്ച കോൺഗ്രസ്, പകരം നിങ്ങൾ ത്രിവർണ്ണ ബലൂൺ ഊതി വീർപ്പിച്ചു കൊടിക്ക് പകരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നോർത്ത് ഇന്ത്യയിൽ അനാവശ്യമായി ഈ രാജ്യത്ത് ഇല്ലാത്ത വർഗീയത ഉണ്ടാക്കി പറഞ്ഞു പ്രേരിപ്പിച്ച് BJP വർഗീയ ലാഭം കൊള്ളാൻ വേണ്ടി ചെയ്ത ആ വിവരക്കേട് കഴിഞ്ഞ പ്രാവശ്യം വർഗീയ കാർഡ് ഉണ്ടാക്കി പാകിസ്ഥാനിലാണ് പച്ചക്കൊടി കണ്ടത് വർഗീയ കൊടിയാണോ? അങ്ങനെയുള്ള വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ആളുകളോട് ബോധ്യപ്പെടുത്തി കൊടുത്ത് അക്ഷരാഭ്യാസമില്ലാത്ത ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുത്തു. പച്ചക്കൊടി ഉപേക്ഷിക്കാൻ ലീഗിനോട് പറയുമോ? മുസ്ലിം ലീഗിലെ മുസ്ലിം എന്നത് ഒഴിവാക്കാൻ കോൺഗ്രസ് ലീഗിനോട് പറയുമോ? സ്ഥാനാർത്ഥിക്കും സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിനുമാണ് പ്രാധാന്യം കൊടുത്തത്. 19 ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആര് പറഞ്ഞു? 19 ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വരുന്നത് വല്ലപ്പോഴുമാണ്, സ്ഥിരമായി മണ്ഡലത്തിൽ നിൽക്കുന്നില്ല. ഇല്ല, അതല്ല ഞാൻ പറഞ്ഞിരുന്നത്. ക്ഷമ കാണിക്കും. ഞാൻ പറഞ്ഞ വേറൊന്നാണ്. വരുന്നതിൽ ആ ഭാഗതയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം വരുന്ന ദിവസം എന്താണ് കോൺഗ്രസ് ഒരു വലിയ റോഡ് ഷോ നടത്തുന്നു. അങ്ങനെ നിങ്ങളുടെ പ്രവർത്തകരെ ആവേശഭരിതരാക്കാൻ ശ്രമിക്കുന്നു, മുന്നണി ആവേശഭരിതരാക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായി കൊടിയും പിടിച്ചു വരുന്ന പാവം ലീഗുകാരോട് കൊടി മടക്കി വെക്കാൻ ഞങ്ങളും മടക്കാം. എന്നിട്ട് നോമിനേഷൻ തിയറിയൊക്കെ കൊണ്ടുവരികയാണ്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സ്ട്രാറ്റജിയാണെന്ന് പറഞ്ഞവരുണ്ട്. പ്രചരിപ്പിക്കുവാൻ BJP ശ്രമിക്കുമ്പോ അതിനൊരു അവസരം കൊടുക്കാതിരിക്കുക. കൊടി മടക്കിയാണോ മറുപടി? കൊടി ഉയർത്തിപ്പിടിച്ച വർഗീയതയ്ക്ക് സെങ്കണ് ബാധിച്ച സംഘികൾ നോർത്ത് ഇന്ത്യയിൽ വ്യാജ പ്രചരണം നടത്തുന്നു. അതിനെ എന്തിനാണ് രാഹുൽ പാടുപെട്ടോടെ മത്സരിക്കുന്നത്? ഞങ്ങളുടെ തീരുമാനം, ഞങ്ങളുടെ പാർട്ടിക്ക്, നിങ്ങൾക്ക് വിമർശിക്കാൻ അവകാശമില്ല. അത് അവരുടെ കൊടി. ആ കൊടി അവർക്ക് വേണമെങ്കിൽ നൂർക്കാം, അല്ലെങ്കിൽ മടക്കി കീശയിൽ വെക്കാം, അല്ലെങ്കിൽ കൊണ്ടുവരാതിരിക്കാം. അത് അവരുടെ രാഷ്ട്രീയ അവകാശമല്ലേ? നിങ്ങൾക്ക് എന്താ പ്രശ്നം? സംഘപരിവാറിനോട് കേരളത്തിൽ ഇന്ത്യയിൽ UDF-ന്റെ ഭാഗമാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിന്റെ പതാക അഭിമാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്ന് പറയാനുള്ള ആർജവമില്ലാത്ത പ്രസ്ഥാനമായിട്ട് കോൺഗ്രസ് മാറിയില്ലേ? അപ്പോ അത് പറഞ്ഞാൽ പാകിസ്ഥാന്റെ പതാകയാണ് മുസ്ലിം ലീഗിന്റെ പതാക എന്ന് പറഞ്ഞാൽ BJP പറഞ്ഞത് സമ്മതിക്കുകയും അതിന്റെ പുറകെ പോവുകയും ചെയ്യുന്ന അവർക്ക് അടിയറവ് പറയുന്ന സമീപനമല്ലേ എല്ലാ നിലയിലും ഈ കാര്യത്തിലും UDF കോൺഗ്രസ് സ്വീകരിക്കുന്നത്? ഒരു തരത്തിലുമില്ല. മണ്ഡലത്തിലെ രാഷ്ട്രീയം ഇന്ത്യയിലെ അല്ലെങ്കിൽ ഈ രാജ്യത്തെയുള്ള എല്ലാ മുസ്ലിം ഇതര വിഭാഗക്കാരെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് PFI എന്നുള്ളത്. അതിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു വർഗീയ സംഘടനയാണ് SDP എന്ന് നമുക്ക് പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്തരം സംഘടനകളുടെ പിന്തുണ നിങ്ങൾ നിരസിക്കാത്തത്? ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവും ഞങ്ങളുടെ KPCC പ്രസിഡന്റും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. MLA ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിൽ കഴമ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു KPCC പ്രസിഡന്റ് വോട്ട് വേണ്ട, SDP വോട്ട് വേണ്ട എന്ന് പറഞ്ഞില്ലേ? UDF കൺവീനർ വോട്ട് വേണ്ട എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ ചോദ്യം അപ്രസക്തമാണ് എന്ന നിലയിലാണ് UDF പ്രതിനിധി രതീഷ് സംസാരിച്ചത്. താങ്കൾക്ക് യോജിപ്പുണ്ടോ? ആ ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. ഇപ്പോൾ ഈ പ്രസ്താവനയ്ക്ക് ശേഷവും എന്താണ് പ്രേമചന്ദ്രൻ എന്ന പേരായിട്ടുള്ള കൊല്ലത്തെ UDF-ന്റെ സ്ഥാനാർത്ഥി പറഞ്ഞത്? ഞങ്ങൾ എല്ലാവരുടെ വോട്ടും വാങ്ങുന്ന പറഞ്ഞത്. SDPI എന്ന് പറയുന്നത് അമൂർത്തമായ ഒരു സാധനമല്ലല്ലോ. SDPI എന്ന് പറയുന്നത് ഈ നാട്ടിൽ അവർ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നത് നാട്ടിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമല്ലേ?
SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന നിലപാട് ഏത് ഘട്ടത്തിൽ ആത്മാർത്ഥമായി UDF സ്വീകരിച്ചിട്ടില്ല. ഒരു വശത്ത് RSSനെയും മറുവശത്ത് SDPIയെയും ഒരുപോലെ സ്വീകരിക്കാൻ അതിലെ വ്യത്യാസം എന്താ വെച്ചാൽ ഇത് പറയാൻ ജോമോൻ ഇത് പറയാൻ നിങ്ങൾ പറയുന്നു രണ്ട് മുന്നണികളും വർഗീയ പാർട്ടികളെ നിങ്ങൾ വർഗീയ പാർട്ടി തന്നെയാണെന്നേ. നിങ്ങൾ RSSന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വർഗീയ പാർട്ടിയാണെന്നേ. അതിലെ വ്യത്യാസം ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ജോമോൻ എന്ന് പറയുന്ന RSSകാരെ വർഗീയരായി നിങ്ങൾ കുറെ കാലങ്ങളെ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരൊറ്റ കാര്യം പറയാം. ഇന്ത്യ ഭരിക്കുന്ന കഴിഞ്ഞ 10 വർഷം RSS വർഗീയ സംഘടനയല്ല. ആണോ ജോമോൻ എന്നാണോ പറയുന്നത്? SDPI and RSS. ഓക്കേ, വേഗം വരാം. എന്നിട്ട് നിങ്ങൾ മൈക്ക് തരാം. RSSന്റെ വർഗീയ പ്രവർത്തനങ്ങൾ മഹാത്മാഗാന്ധിയെ കൊന്നു തുടങ്ങിയതാണ്. രാഷ്ട്രപിതാവിനെ കൊന്നു തുടങ്ങിയതാണ്. അവിടെ നിന്ന് തുടങ്ങിയാണ്. ഇപ്പൊ ഓരോ പള്ളിക്കും നമ്പർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പള്ളി പൊളിച്ചു, അമ്പലം പണിതു, അടുത്ത പള്ളിക്ക് നമ്പർ ഇട്ടിട്ടുണ്ട്. കാരണം ഈ വർഗീയത കത്തിച്ചുകൊണ്ടേയിരിക്കണം. ഇന്ത്യൻ സമൂഹത്തെ ഈ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നതിൽ വളരെ വലിയ പങ്ക് ഈ BJPയും RSSും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ വിഷയത്തിൽ നിന്ന് അവർ ജനങ്ങളുടെ ശ്രദ്ധ UDFന്റെ പ്രതിനിധിയോടാണ് ചോദ്യം. 5 വർഷക്കാലം ഈ രാജ്യത്തെ വളരെ വലിയ സമയം നഷ്ടപ്പെടുത്തിയവരാണ് അവർ. ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി പാലക്കാട് രാജ്യത്ത് ലാഭത്തിലോടുന്ന ഇൻസ്ട്രുമെന്റേഷൻ വാൾവ് കമ്പനിയാണ്. ആ കമ്പനി രാജസ്ഥാനിലെ കോട്ടയിൽ നഷ്ടത്തിലും കേരളത്തിൽ ലാഭത്തിലുമാണ്. അത് ഈ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്ത് നടപ്പിലാക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിനുവേണ്ടി ഒരു സമരം, ഒരു ഇൻസ്ട്രുമെന്റേഷനൊക്കെ മര്യാദയ്ക്ക് പോണ്ടേ. ആ വിഷയത്തില് പാലക്കാട് MP VK ശ്രീകണ്ഠൻ കൃത്യമായി ഇടപെടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലല്ലേ സ്ഥാപനം ഉള്ളത്? അവർ ചിറ്റമ്മ നയമല്ലേ ഈ സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്? ലാഭത്തിലുള്ള സ്ഥാപനത്തെ അവർ കേരള ഗവൺമെന്റ് ഏറ്റെടുക്കാന്ന് പറയുമ്പോൾ അവർ പൊതുമേഖല വിൽക്കാൻ വെക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം ചിറ്റമ്മ നയമാണ് ഞങ്ങൾ സ്വീകരിച്ചതെങ്കിൽ IITക്ക് വേണ്ടി 4000 കോടി. ജോമോൻ ഇതേക്കുറിച്ച് പറ. ഇൻസ്ട്രുമെന്റേഷനെ കുറിച്ച് സ്പെസിഫിക് ക്വസ്റ്റ്യൻ വന്നാൽ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജോമോൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻസ്ട്രുമെന്റേഷന്റെ കാര്യത്തിൽ നയം എന്താണത്? എന്തുകൊണ്ട് ലാഭത്തിൽ പൂട്ടാൻ വെക്കുന്നു? കേരളം ഏറ്റെടുക്കാമെന്ന് പറയുന്നു, അനുവദിക്കുന്നില്ല. എന്തുകൊണ്ട്? താങ്കൾ പറ. ഇവരുടെ MPക്ക് കഴിവില്ല. പൊതുമേഖലാ സ്ഥാപനമൊന്നും ഒരു എംപിയുടെ കസ്റ്റഡി വരുന്നതല്ല. വികസനങ്ങൾക്ക് അത് വിട് വരാം. MLA എന്താണ് ഈ വിഷയത്തിലെ പ്രശ്നം? യാഥാർത്ഥ്യം എന്താണ്? ഈ ഇൻസ്ട്രുമെന്റേഷൻ ജോമോൻ അതിലേക്ക് വരുന്നില്ല. അതെ, ഇൻസ്ട്രുമെന്റേഷനുമായി ബന്ധപ്പെട്ട് UDFന്റെ പ്രതിനിധി പറഞ്ഞത് MP ഇടപെടുന്നുണ്ട് എന്ന്. ഇൻസ്ട്രുമെന്റേഷൻ നന്നായി നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ MP ഇടപെടേണ്ട കാര്യമില്ലല്ലോ. ഇൻസ്ട്രുമെന്റേഷന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിലവിൽ ആ സ്ഥാപനത്തെ സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പിന്തുണ നൽകുന്നുണ്ടോ? അങ്ങനെ നൽകുന്നില്ലെങ്കിൽ അത് പാർലമെന്റിന്റെ ശ്രദ്ധയിൽ, ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പാർലമെന്റിനകത്ത് UDFന്റെ ചെയ്തു. മറ്റൊന്ന്, പാർലമെന്റിന് പുറത്ത് പാലക്കാട് മണ്ഡലത്തിൽ, പാലക്കാട് ജില്ലയിൽ ഇൻസ്ട്രുമെന്റേഷൻ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് UDF, കോൺഗ്രസ് എന്ത് നിലപാട് കഴിഞ്ഞ 5 വർഷം സ്വീകരിച്ചു? ഇടതുപക്ഷമല്ലേ, ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ CIT ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ചെറിയ കാര്യമില്ല. ഇത് മാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ കോൺഗ്രസ് തുടങ്ങിയ നയമാണ് ഇപ്പോ രാജ്യത്ത് BJP അതിശക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ UDF പറഞ്ഞു, കഴിഞ്ഞ തവണ അമിത്ഷാ പാലക്കാട് വന്ന് പറഞ്ഞില്ലേ, കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമാക്കാൻ എന്തുകൊണ്ട് യാഥാർത്ഥ്യമാക്കിയില്ല? 236 ഏക്കർ സ്ഥലം BS ഗവൺമെന്റ് ഏറ്റെടുത്ത് കൊടുത്തതല്ലേ കോച്ച് ഫാക്ടറിക്ക്?
എന്തുകൊണ്ട് കോച്ച് ഫാക്ടറി വന്നില്ല? അപ്പോ രതീഷ്, അത് ചെറിയ കാര്യമില്ല. ഡോക്ടർ മൻമോഹൻ, ശരി, നിങ്ങൾ മറുപടി പറയണം. തിരുവനന്തപുരത്തെ വിമാനത്താവളം നിങ്ങൾക്ക് ആർക്കാ കൊടുത്ത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ചോദിച്ചല്ലേ? പാർലമെന്റിൽ എംപിയാണ് ശ്രീകണ്ഠൻ. അതായത് ഇൻസ്ട്രുമെന്റേഷൻ കാര്യം അവിടെ ഒരു കുഴപ്പമില്ലാതെ പോകുന്നത് ശ്രീകണ്ഠൻ ഇടപെട്ടുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ പറഞ്ഞില്ലേ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ബിസിനസ് ഈ 10 വർഷം കൊണ്ട് ലോകത്തെ 3-ാം സ്ഥാനത്ത് എത്താൻ 5-ാം സ്ഥാനത്ത് പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാണുന്ന ED അടക്കം നമ്മൾ ഇൻകം ടാക്സിന്റെ ഉദ്യോഗസ്ഥന്മാരെ അടക്കം നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇറക്കിയിട്ട് എന്തുകൊണ്ട് ഏറ്റവും വലിയ കള്ളന്മാരുള്ള BJPയുടെ പിന്നാലെ EDയും ഇൻകം ടാക്സും പോകുന്നില്ല? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ UDF പ്രതിനിധി ഈ മുസ്ലിം ലീഗിന്റെ കൊടി വർഗീയ കൊടി ആയതിന്റെ പേരിൽ ഞാൻ പറഞ്ഞു ഞങ്ങളെ സഹോദര പ്രസ്ഥാനത്തെ ചാരി ഞങ്ങളെ BJP വ്യാജ പ്രചരണം നടത്തുന്നത് കൊണ്ടാണ് നിങ്ങൾ ആ കൊടി ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ഒരു BJPയുടെ ഈ ഒരു വ്യാജ പ്രചരണം, മുസ്ലിം ലീഗിന് ഈ ഒരു വ്യാജ പ്രചരണം രക്ഷിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നേതാവിനെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും? കാരണം നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി പല സ്ഥലങ്ങളിലും പോയിട്ട് പല പ്രശ്നവേഷങ്ങൾ കിട്ടുന്ന ആളാണ്. എന്തുകൊണ്ട് അവിടേക്ക് അത്തരത്തിലാവെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ആവില്ല? കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് തെരഞ്ഞെടുപ്പ് സമയത്ത് എന്ത് അതെ ഞാൻ പറയട്ടെ, പ്രതിപക്ഷ നേതാവ് ഇലക്ട്രോണിക് മെഷീനിലടക്കം തെമ്മാടിത്തരം കാണിച്ച് തെരഞ്ഞെടുപ്പിൽ അല്ല, ഈ നാട്ടിൽ അത്തരം വിമർശനം ഉണ്ട് ജോമോൻ. നിങ്ങൾ വികാരങ്ങളുണ്ടാ? അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ലേ? താങ്കളുടെ നിലപാട് കൃത്യമായി നമുക്കറിയാം. അരി എത്രാന്ന് ചോദിക്കുമ്പോ പയർ അഞ്ഞാഴി എന്ന് പറയാണ്. ഒരു അക്കൗണ്ട് BJPക്ക് ഉണ്ടായിരുന്നു, പൂട്ടിച്ചു കേരളത്തിൽ LDF. കേരളത്തിലെ ജനങ്ങൾ മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിന്റെയും സമാധാനത്തിന്റെയും ശുദ്ധമായി ശ്വസിക്കുന്ന മനുഷ്യർക്കിടയിൽ BJPക്ക് സ്ഥാനമില്ല. നിങ്ങൾ വട്ടപൂജ്യമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുകയും ഉപയോഗിച്ചു. എന്താ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കുഴപ്പം പറ്റിയത്? ഒരു കുഴപ്പം മൂപ്പർക്ക് പറ്റിയില്ല. കാരണം അദാനിയുടെ അംബാനി കയ്യിലേൽപ്പിക്കുന്ന ശക്തമായ ഒരു പ്രതിഷേധം ഉയർത്താൻ കോൺഗ്രസിന്റെ ഇവിടുന്ന് പോയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങള് കഴിഞ്ഞ LDFന്റെ കാലത്തൊക്കെ ലാഭത്തിലാണ്. എയർപോർട്ടുകള് പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു കുഴപ്പമില്ല. ഇതിനെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? കോഴിക്കോട് എയർപോർട്ടിലും തിരുവനന്തപുരം എയർപോർട്ടിലും ഒന്ന് പോ. പൊതുമേഖലാ സ്ഥാപനവും വിമാനത്താവളം വിൽക്കുമ്പോ ആ വിമാനത്താവളം വിൽക്കുന്നതിന് ദേശീയതയുടെ പേര് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ പൊതുമുതലാകെ കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കുന്ന BJP നെടുമ്പാശ്ശേരി കേരളത്തിന്റെ അഭിമാനമായ വിമാനത്താവളമാണ്. ഇപ്പോൾ മറ്റൊന്നുകൂടിയുണ്ട്, ഉത്തര മലബാറിലെ കണ്ണൂർ വിമാനത്താവളം. അത് പറക്കാൻ അവിടെ വിദേശ വിമാന കമ്പനികൾക്ക് വരാതിരിക്കാൻ നിലപാടെടുത്ത കേന്ദ്ര സർക്കാരാണ്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? 10-60 വർഷത്തിന് മുമ്പ് മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായിരുന്ന CH മുഹമ്മദ് കോയയുടെ തൊപ്പി നിങ്ങൾ ഊരി. ഇപ്പൊ നിങ്ങൾ മുസ്ലിം ലീഗിന്റെ പതാക എടുത്തു മാറ്റാൻ പറയുകയാണ്. ഞാൻ സുഹൃത്തെ, ആ കാലത്താണോ ലീഗിനെ ഈ ചത്ത കുതിര എന്നാരോ വിളിച്ചത്? മുസ്ലിം ലീഗിനെ ചത്ത കുതിര എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റു നിങ്ങൾ അവരെ ഒപ്പം കൂട്ടി. ഇപ്പൊ അവരുടെ തൊപ്പി ഊരിട്ടാണോ സ്പീക്കർ ആയത്? ഇപ്പോഴത്തെ കോൺഗ്രസ് രാഹുൽ നെഹ്റു സോണിയ കുടുംബത്തിൽ നിന്ന് രാഹുൽ വരുമ്പോൾ ഇന്ന് കൊടി കൂടി ലീഗിന്റെ അങ്ങ് മാറ്റിക്കുകയാണ്. ശരത് സാർക്ക് അങ്ങനെ തോന്നലുണ്ടോ? കേരളത്തിൽ ലീഗ് മാത്രമാണോ ഘടകകക്ഷി? ഞങ്ങളുടെ ആണോ? വേറെ ആരാ ഉള്ളത്? ആരുമില്ലേ? ശരത് സാർക്ക് അറിയില്ല. ആര് പറഞ്ഞു? കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ബീഹാറിലെ മുഖ്യ ഘടകകക്ഷി ആരാണ്? ആരാ മുന്നണി എവിടെ നിൽക്കുന്നത്? ലാലു പ്രസാദ് യാദവ് ആണോ? ആ പാർട്ടിയുടെ പേര് RJD എന്നാണല്ലോ. ആ പാർട്ടിയുടെ കൊടിയുടെ കളർ അറിയാമോ? എന്താണത്? പച്ചക്കൊടി. ബീഹാറിൽ പോയി രാഹുൽ ഗാന്ധിയും അവിടുത്തെ കോൺഗ്രസും പറയോ അവിടുത്തെ കാര്യം യാദവിന്റെ ലാലു പ്രസാദ് യാദവിന്റെ പച്ചക്കൊടി മടക്കി വെക്കണോ? നിങ്ങൾ പറയോ? പറയാൻ കഴിയില്ല. എന്റെ ചോദ്യമാണ്, കഴിഞ്ഞ 5 വർഷക്കാലം കോൺഗ്രസിന്റെ MP പാലക്കാടിന്റെ MP ആയിട്ട് എന്തെങ്കിലും ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്ട്
MP-യുടെ ആണ് എന്ന് പറയുന്ന രീതിയിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? ബീഹാറിൽ സ്ത്രീകളെ നഗ്നയായി നടത്തിയതിന് BJP മൗനം പാലിക്കുന്നു. ഒന്ന്, ഭിന്നശേഷിക്കാരുള്ള അവഗണന, പെൻഷൻ, വിധവാ പെൻഷൻ എല്ലാം നിങ്ങൾ വലിയേട്ടൻ അവിടുന്ന് വിളിച്ചു പറയും, ചെറിയേട്ടൻ ഇവിടുന്ന് തോക്കെടുത്ത് വെടിവെക്കും. അല്ല, ഞങ്ങളെ ശ്രീകണ്ഠ സാറെ കുറ്റം പറയാൻ ആരുമില്ല. വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? അതെന്താ നിങ്ങളുടെ നിലപാട് പറ. BJP പറയും ഏത് വിഷയത്തിലാ? സൈറ ബാനു. ജോമോൻ പറയും. ഞാനൊരു കാര്യം പറയട്ടെ. അല്ല, ഇവിടെ ഒരു മിനിറ്റ്. ചോദ്യം ആണെങ്കിലും മണിപ്പൂർ വിഷയമാണെങ്കിലും ഇതൊക്കെ ചീറ്റിപ്പോയ വിഷയങ്ങളാണ്. എങ്ങനെ? BJP ജയിക്കുന്നത്. ജോമോൻ തന്നെ പറയണം. ജോമോൻ തന്നെ പറയണം. മണിപ്പൂരിലെ ക്രൈസ്തവ മണിപ്പൂർ വിഷയം 1947 മുമ്പ് തുടങ്ങിയതാണ് മണിപ്പൂർ കലാപം. 2011 മുതൽ 17 വരെ പക്ഷെ മണിപ്പൂർ പോലെ ഇവിടുത്തെ സ്ത്രീകളെ, വനിതകളെ, കേന്ദ്ര സർക്കാർ ഈ തെരഞ്ഞെടുപ്പിലെ വിഷയമാണോ അത്? ചരിത്രം അറിയോ? മണിപ്പൂരിൽ 2014 മുമ്പ് മണിപ്പൂരിൽ നടന്ന കലാപം 2014 മണിപ്പൂർ ഒരു പ്രധാനപ്പെട്ട വിഷയമാണോ ഈ തെരഞ്ഞെടുപ്പിലെ? മണിപ്പൂർ തീർച്ചയായും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മണിപ്പൂരിൽ ഈ കലാപം ഉണ്ടാകുന്നതിന് മുമ്പും അവിടെ കലാപം ഉണ്ടായിട്ടുണ്ടെന്നാണ് BJPയുടെ പ്രതിനിധി, NDAയുടെ പ്രതിനിധി പറയുന്നത്. ഏത് വർഷത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു? 24 മണിക്കൂർ കൊണ്ട് ഇന്ത്യയിലെ ഗവൺമെന്റിന് തീർച്ചയായും അവസാനിപ്പിക്കാൻ കഴിയുന്ന, അടിച്ചമർത്താൻ കഴിയുന്ന ഒന്നാണ് മണിപ്പൂരിലെ കലാപം. ആ ആഭ്യന്തര കലാപം അടിച്ചമർത്താനോ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാനോ ഒരു നിലപാടും സ്വീകരിച്ചില്ല. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മണിപ്പൂരിൽ കലാപം നടന്ന് 3 മാസം പിന്നിട്ടിട്ടും ആ സംസ്ഥാനം ഒന്ന് സന്ദർശിക്കാനോ അവിടെ ആ വിഷയം അവസാനിപ്പിക്കാൻ, കലാപം അവസാനിപ്പിക്കാൻ ഇരു സംഘത്തിലും പെട്ടവരെ വിളിച്ചു ചേർക്കാനോ ഒന്നും ചെയ്തില്ല. ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണാധികാരി കലാപങ്ങളെയും വംശീയമായ ചേരിതിരിവുകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് മണിപ്പൂരിലെ കൂട്ടക്കൊല. അതുകൊണ്ടാണ് അവിടെ സ്ത്രീകൾക്ക്, അമ്മമാർക്ക് തെരുവിൽ ബലാത്സംഗം ചെയ്യപ്പെടേണ്ടി വരുന്നത്. അതൊന്നും BJPക്ക് ഒരു വിഷയമല്ല എന്നാണ് പറയുന്നത്. അത് ശരിയല്ല. ശരി, ഇവിടെ രതീഷ് രണ്ട് കാര്യം. മണിപ്പൂരിനെ കുറിച്ച് ഈ പറഞ്ഞതിൽ തന്നെയാണ് ഏതാണ്ട് നിങ്ങളുടെ അഭിപ്രായം. അത് വരുന്നതോടൊപ്പം ഒന്നുകൂടി പൗരത്വ പ്രശ്നം. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തു വന്നു. ആ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇതുപോലെ മോദി സർക്കാരിന്റെ ഏറ്റവും അപകടകരമായ തീരുമാനങ്ങളെ പിൻവലിക്കുമെന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. CAA അടക്കം. കേൾക്കൂ, ഒറ്റ സെക്കൻഡ്. അത് ചോദിച്ചപ്പോൾ KC വേണുഗോപാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പറയാൻ ഞങ്ങളില്ല എന്ന നിലയിലാണ് ദില്ലിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. കോൺഗ്രസിൽ നിന്നും ഇതാണോ പ്രതീക്ഷിക്കുന്നത്? BJPയുടെ അതേ ലൈനാണ് പൗരത്വ നിയമത്തിലടക്കം ഉത്തരേന്ത്യൻ രാഷ്ട്രീയം കണ്ടുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പറയേണ്ടി വരും. സാർ, മണിപ്പൂരിലെ രാഹുൽ ഗാന്ധിയാണ് അവിടെ ഈ വംശീയ കലാപമുണ്ടായപ്പോൾ രാഹുൽ ഗാന്ധിയാണ് അവിടെ പോയി എത്തി. അവിടുത്തെ സാധാരണക്കാരായ കുംകി, മെയ്തോ വിഭാഗങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നത് രാഹുൽ ഗാന്ധിയാണ്. അവിടെ ഹൈന്ദവരും ക്രൈസ്തവരുമുണ്ട്. ക്രൈസ്തവരെ ഉന്മൂലനം അതിനൊക്കെ പിന്നിൽ സർക്കാരിന്റെ റോള് വളരെയധികം വെളിവായതാണ്. ശരി 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 പൗരത്വത്തിലേക്ക് കേരളത്തിലെ, ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ക്രൈസ്തവരും മണിപ്പൂർ അങ്ങനെ ചീറ്റൊന്നുമില്ല ജോമോൻ. ഈ രാജ്യത്തിന്റെ നീറുന്ന പ്രശ്നമാണത്. നീറുന്ന പ്രശ്നമാണ്. ജോമോന്റെ ഊഴമല്ല, അത് പൂർത്തിയാക്കട്ടെ. പൗരത്വ വിഷയത്തിൽ ഇന്ത്യ രാജ്യത്ത് പൗരത്വ വിഷയത്തിൽ കോൺഗ്രസിന് ഒരു നിലപാടുണ്ട്. ആ കോൺഗ്രസിന്റെ നിലപാട്, കോൺഗ്രസ് അധികാരത്തിൽ വരും, ഇവിടെ CAA നടപ്പിലാക്കില്ല. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എന്തുകൊണ്ട് എഴുതിയില്ല? തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയെ അടിസ്ഥാനപ്പെടുത്തി ആ പാർട്ടി അധികാരത്തിൽ വന്നുള്ളതാണ്. തെറ്റുണ്ടോ പ്രേംകുമാർ? എന്നിട്ട് കൈരളിയോ പറയുന്നത് കൈരളിയൊന്നുമല്ല. ഈ നാട്ടിലത്തെ ഗൗരവമായ വിഷയത്തിൽ സമരത്തിനില്ല, പ്രതികരിക്കുന്നില്ല. നയപ്രഖ്യാപനം നിങ്ങളുടെ പ്രകടന പത്രികയിലുമില്ല. പൗരത്വ നിയമം നടപ്പിലാക്കില്ല. എഴുതി വെക്കാത്തതെന്ത്? എന്തുകൊണ്ട് പ്രകടന പത്രികയിലില്ല? രാഹുൽ
മുഖ്യമന്ത്രിമാർക്ക് പൗരത്വ ഭേദഗതി നിയമം കോൺഗ്രസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്ന് AICCക്ക് അഭിപ്രായം ഉണ്ടോ? എവിടെ? ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി പറയോ? പൗരത്വ നിയമത്തിന് നിങ്ങൾ ഇന്ത്യയിലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയോ PCC പ്രസിഡന്റോ പറയോ പൗരത്വ നിയമം പിൻവലിക്കണമെന്ന് നിങ്ങൾ പറയോ? സാറേ, ഇത് രതീഷ് പറഞ്ഞാൽ പോരാ. രാഹുൽ ഗാന്ധി പറയണം, ഖാർഗെ പറയണം, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എഴുതി വെക്കണം. ഇത് മൂന്നും ചെയ്തില്ലല്ലോ. CPM-നെ ഇവിടെ ഞാനൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഇന്ത്യയിലെ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായ ചർച്ചാ വിഷയമായ രണ്ട് വിഷയങ്ങൾ, CAA വിഷയവും അതേപോലെ തന്നെ വർഗീയതയും. ഈ രണ്ട് വിഷയങ്ങളിലും കോൺഗ്രസിന് നിലപാടുണ്ടെന്ന് പറയാന്നല്ലാതെ എന്താണ് നിലപാടെന്ന് കൃത്യമായി തുറന്നു പറയാനുള്ള നട്ടല് കോൺഗ്രസ് ഇതുവരെ കാണിച്ചിട്ടില്ല. നിലപാടായിട്ട് തോന്നിയില്ല. നിലപാടുണ്ട്, പുതപ്പുണ്ട് എന്ന് പറയാതെ എന്ത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ കേരളം വിട്ടാൽ ഒന്നിച്ച് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ കേരളം വിട്ടാൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് മത്സരിക്കുന്നത് നിങ്ങൾ കേരളത്തെ ജനങ്ങൾ പൊട്ടന്മാരാക്കാനാണ് ഇവിടെ മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി UDFന്റെ ആളോട് രാജ്യത്തെ നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. 20 കോടിയോളം വരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശങ്കയിലാണ്, വലിയ ആശങ്കയിലാണ്. ഞങ്ങൾ പറയട്ടെ ആ ആശങ്കയിൽ രാജ്യത്തെ മറ്റെല്ലാ വിഷയങ്ങളും പറയാൻ കഴിയുന്ന കോൺഗ്രസിന് എന്റെ 20 കോടി മനുഷ്യരെ ബാധിക്കുന്ന ഈ സുപ്രധാന വിഷയത്തിൽ എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല? ഉറപ്പായിട്ടും BJP പ്രതിനിധിയോട് ഒരു ചോദ്യം. ഇന്ത്യയില് നമ്മള് പള്ളി പൊളിച്ച് അമ്പലം ഉണ്ടാക്കി. ദുബായിൽ പോയിട്ട് നമ്മള് അവിടെ അമ്പലം പണിത് ഇവിടുത്തെ പ്രധാനമന്ത്രി പോയിട്ട് അവിടെ ഉദ്ഘാടനം ചെയ്തു. ഇത് ശരിയായ നിലപാടാണോ? ജനാധിപത്യം ഭരിക്കുന്ന ഇന്ത്യയില് നാണക്കേടല്ലത്. നിങ്ങൾ മറുപടി പറയണം. അതേപോലെ തന്നെയാണ് ഇവിടെ ഒറ്റപ്പാലത്ത് 1600 വീട് കൊടുത്തു. ആ വീട് കൊടുത്തതില് ഇപ്പൊ വിളിച്ചു പറഞ്ഞു ഞങ്ങളാ കൊടുത്തത്. നിങ്ങൾക്ക് എത്ര ശതമാനം പൈസയാണ് നഗരസഭയിൽ എത്തിച്ച്? മറുപടി പറയണം. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറഞ്ഞിട്ടുണ്ടോ? നാദുറാം ബിനാജ് ഗോസെ വെടിവെച്ച് കൊന്നപ്പോഴും അതൊരു വിഷയമല്ലാന്ന് വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞത് മണിപ്പൂർ ഇപ്പോഴും അതൊരു വിഷയമല്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു, കേരളത്തില് അപ്പുറത്ത് മാറിക്കഴിഞ്ഞാല് മറ്റൊരു രാഷ്ട്രത്തില് എവിടെ നോക്കിക്കഴിഞ്ഞാലും BJP അല്ലാതെ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുക, ഇലക്ട്രിക് എന്നുള്ളത് മാറ്റിയിട്ട് ബാലറ്റ് പേപ്പർ സംവിധാനത്തിലേക്ക് നിങ്ങൾ വരൂ. അതൊന്നും അല്ല ഇതിന്റെ മറുപടി. മത്സരിക്കാനുള്ളത് അതിലുള്ള അവരുടെ വിമർശനമാണ്. ഇത് തന്നെയാണ് രാജ്യത്തെ സർക്കാർ പ്രതിപക്ഷത്തോട് കാണിക്കുന്നത്. നിങ്ങളെതിരായി സംസാരിച്ചാൽ പിടിച്ച ജയിലിലിടും. ഒരു മുഖ്യമന്ത്രിയെ ഏറ്റവും തെറ്റായ നിലയിൽ ജയിലിൽ പിടിച്ചിട്ടിട്ട് ആ നിലയിൽ പെരുമാറുന്നതാണോ ജനാധിപത്യം? സുപ്രീം കോടതി ശാസിച്ചു. സഞ്ജയ് സിംഗ് എന്ന് പറഞ്ഞ ആം ആദ്മി പാർട്ടിയുടെ MP 6 മാസം അകത്ത് കിടന്നു. സുപ്രീം കോടതി ശാസിച്ചപ്പോൾ ഈ ED ജാമ്യം കൊടുത്തോളാം ഒരു തെളിവില്ല. പ്രതിയുടെ മൊഴി, മാപ്പ് സാക്ഷിയുടെ മൊഴി അത് വെച്ച് മുന്നോട്ട് പോയില്ല. 1 വർഷമായ അന്വേഷണം. ഇതല്ല, ഇത് മര്യാദ ഇലക്ട്രൽ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഏതാനും ദിവസം മുമ്പ് ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ജയറാം രമേശ്, ഇന്ത്യ മുഴുവൻ കോൺഗ്രസിനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന KC വേണുഗോപാല്, പിന്നെ ഖാർഗെ. ഞാൻ പറയുന്ന കേൾക്കുക. ഇപ്പൊ ഞാൻ പത്രസമ്മേളനത്തിൽ അവര് പറഞ്ഞത് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പൈസ ഇല്ലെന്നാണ്. ഇന്ത്യ രാജ്യത്ത് ഞങ്ങളുടെ കയ്യിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പൈസ ഇല്ലെന്നാ പറഞ്ഞത്. നോക്കൂ, ഇലക്ട്രൽ രാജ്യത്ത് ഒരു മിണ്ടാതിരിക്കലില്ല. KC വേണുഗോപാൽ പറയണ്ട.
ഒരു കുഴപ്പമില്ല പറയണ്ട. കെ.സി. വേണുഗോപാലിനെ പറയണ്ട. കെ.സി. വേണുഗോപാലിനെ പറയണ്ട. ഞങ്ങളുടെ നേതാവിനെ പറ്റി പറയണ്ട. അത് തോൽപ്പിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ആക്രോശിക്കേണ്ട കാര്യമില്ല. ആ സുഹൃത്ത് പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്ക് മറുപടി പറയാലോ. കെ.സി. വേണുഗോപാലിനോട് ചോദ്യം ചോദിക്കാൻ പറ്റില്ലേ? കെ.സി. വേണുഗോപാലിനെതിരെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ലേ? എന്താ അദ്ദേഹം പറഞ്ഞത്? കെ.സി. വേണുഗോപാൽ ഇന്ത്യ മുഴുവൻ തോൽപ്പിക്കുന്നു കോൺഗ്രസിനെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറുപടി പറയാലോ. ആ മറുപടി കെ.സി. വേണുഗോപാല് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും തോറ്റു. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. റെയിൽവേ ടിക്കറ്റ് എടുക്കാൻ കാശില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതായത് 1950.7 കോടി രൂപ ലോട്ടറി രാജാവ് മാർട്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങി. പാലക്കാട്ടെ മേഘ ഇൻഡസ്ട്രീസിൽ നിന്ന് 320 കോടി രൂപ വാങ്ങി. അതായത് 1950.7 കോടി രൂപ വാങ്ങിയ കോൺഗ്രസിന്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കില്ല. അതായത് രാജ്യം തന്നെ ഭരണഘടനാവിരുദ്ധമായി പ്രഖ്യാപിച്ച ഇലക്ട്രൽ ബോണ്ട് ഒന്നുമില്ലെങ്കിൽ ഒരു നേതാവല്ലേ ഈ ചർച്ചയിൽ അവര് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മറുപടി പറയാൻ ഞങ്ങൾ ആരും തടസ്സം അദ്ദേഹത്തോട് ഇന്ത്യ കേരളത്തിന് പുറത്ത് അല്ലല്ല ഞാൻ അങ്ങനെയാണ് ഒരു വർത്തമാനം ഞാനും പറയും. ഈ സുഹൃത്ത് ആദ്യം പറഞ്ഞത് എന്ത് വർത്തമാനമായിരുന്നു? എന്ത് വർത്തമാനമാണ് പറഞ്ഞത്? അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞു പോകണ്ട. അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള അവസരമുണ്ട് ഈ വേദിയിൽ. ആ സുഹൃത്ത് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അദ്ദേഹം തീരുമാനിക്കേണ്ടത്. ഇലക്ട്രൽ ബോണ്ടാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ഇലക്ട്രൽ ബോണ്ടാണ് ചോദിച്ചു. രതീഷ് മറുപടി പറ. നിങ്ങൾ ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ നിങ്ങൾ നിലപാട് പറയേ. നിങ്ങൾ ആദ്യം UDF പറയേ, പിന്നെ BJP പറയേ. എന്താണ് ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട്? ആ പൈസ നിങ്ങൾ എന്ത് ചെയ്തു? ഇലക്ടറൽ ബോണ്ടിലൂടെ വാങ്ങിയ പൈസ BJPയും കോൺഗ്രസും എന്ത് ചെയ്തു? നിങ്ങൾ പറഞ്ഞോ. ഒരു മിനിറ്റ്, എന്ത് ചെയ്തു എന്ന് ഇന്ന് ED 10 കോടി അവിടെ പിടിച്ചിട്ടുണ്ട്. ഇലക്ടറൽ ബോണ്ടിൽ കിട്ടിയ പൈസ BJP ഇടിക്ക് കൊടുത്തു. BJP ഇലക്ടറൽ ബോണ്ടിലൂടെ വാങ്ങിയ പൈസ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളോട് നിങ്ങളുടെ സർക്കാരും BJPയും ചെയ്യുന്ന ഇതാണ്. ഒന്നുകിൽ ED വീഴുക, തോന്നിവാസം ചെയ്യുക. ഒരു മിനിറ്റ് കേജ്രിവാൾ, ഒരു മിനിറ്റ് മതി. 6000 കോടി മേടിച്ചതിന് ഒരു മിനിറ്റ് ബഹളം കൂട്ടുന്ന എന്തറിയോ? ബഹളം കൂട്ടുന്ന മറുപടി കുറച്ച് കുഞ്ഞ് ആ പാവങ്ങൾ എന്തിനാ ഒരു കുഴപ്പമില്ല. ആ ചങ്ങായി മറുപടി പറയട്ടെ. ഒരു കുഴപ്പമില്ല. 303 ഞങ്ങൾ നേതാക്കന്മാരെ പറ്റി ചോദ്യം പറയാൻ ഞങ്ങൾ ചോദ്യം ചോദിച്ചിട്ടില്ല. ഒരു മിനിറ്റ്. 303 അതെ ഇന്ത്യൻ പാർലമെന്റിലെ 303 അംഗങ്ങൾ 303 ഒരു മിനിറ്റ് ഇലക്ട്രൽ ബോർഡ് വിഷയത്തിൽ പറയട്ടെ. ഇലക്ട്രൽ ബോർഡ് വിഷയത്തിൽ 303 അംഗങ്ങൾ BJPക്കുള്ള BJP വാങ്ങിയത് 6000 കോടി. മൊത്തം ഇലക്ട്രൽ ബോർഡ് പറയട്ടെ ഇലക്ട്രൽ ബോർഡിന് 20,000 കോടി. ഈ 20,000 കോടിയില് 303 കഴിഞ്ഞാൽ പിന്നെ BJPയുടെ സഖ്യകക്ഷിയായിട്ട് ഈ പ്രതിപക്ഷ പാർട്ടികള് എത്ര കോടി എന്തുകൊണ്ടാണ് കിട്ടിയത്? രാജ്യം ഭരിക്കുന്നുണ്ട്. രാജ്യം ഭരിച്ചപ്പോ എന്തുകൊണ്ട് തന്നു? എന്തുകൊണ്ട്? വർക്ക് കിട്ടാൻ. ED എന്തിനാ പോയി ഭീഷണിപ്പെടുത്തിയത്? കമ്പനികളെ അപ്പോൾ ആ പൈസ കോടികൾ ഇതാണ് നടന്ന അഴിമതി. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞ അഴിമതി. ഒന്നാന്തരം അഴിമതി. മോദി സർക്കാരിന്റെ ഭരണത്തിലെ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട്. കഴിഞ്ഞ 10 വർഷം UPA ഭരിച്ചു. BJP പ്രതിനിധി ഇപ്പൊ പറഞ്ഞു ED പിടിച്ചു. ED ഒരിടത്തും ഒന്നും പിടിച്ചിട്ടില്ല.
കരിവന്നൂരിലെ കാര്യം ഇപ്പോ ആദായം നിങ്ങളെന്തിനാ കരിവന്നൂർ കേൾക്കുമ്പോ തന്നെ ബേജാറാവണ്? ഞങ്ങൾക്കില്ലാത്ത ബേജാറ് നിങ്ങൾക്ക് ആവശ്യമില്ല. പ്രസംഗിക്കുകയല്ലല്ലോ ഉദ്ദേശം, ചർച്ചയാണല്ലോ. കരിവന്നൂർ വിഷയത്തില് ആദായ നികുതി വകുപ്പ് CPM-ന്റെ ഒരു അക്കൗണ്ട് തൽക്കാലത്തായിട്ട് ചില സംശയങ്ങൾ നിവാരണം നടത്തുന്നതിന് വേണ്ടി മരവിപ്പിച്ചു. താൽക്കാലികമായി മരവിപ്പിച്ചു, സ്ഥിരമായി മരവിപ്പിച്ചിട്ടില്ല. അത് അവരുടെ നടപടിക്രമങ്ങളുടെ ഒരു ഭാഗമായി സംഭവിച്ചിട്ടുണ്ട്. ആരും ഒന്നും പിടിച്ചിട്ടില്ല. ആദ്യം അതൊന്ന് തിരുത്തണം. ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള വിഷയം സുപ്രീം കോടതി, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പറഞ്ഞത് ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതികളുടെ, രാജ്യം കണ്ട ഏറ്റവും വലിയ ഒന്നാം പ്രതി ആരാണ്? BJP അല്ലേ? നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് പിന്നെ ഈ വാളയാറ് കഴിഞ്ഞു എന്ന് പറഞ്ഞു വെച്ചാൽ ഞങ്ങളുടെ നേതാവ് രാഹുൽ ജീനെ നെഞ്ചത്ത് വെച്ച് നടക്കുന്നത്? നിങ്ങൾക്ക് നേതാവില്ലേ? BJP അധികാരത്തിലേറിയ ശേഷം SSC എന്ന് പറയുന്ന ഒരിതും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. SSC പൊതുമേഖലാ സ്ഥാപനങ്ങൾ കംപ്ലീറ്റ് കോൺഗ്രസ് ഉണ്ടാക്കിയത് കംപ്ലീറ്റ് വിറ്റ് തോൽക്കാനാണ്. നിങ്ങൾക്ക് മറുപടി പറയേണ്ട അവസാന ഘട്ടത്തിലാണോ, അവസാന സ്റ്റേജിലാണ്? നിങ്ങൾക്ക് പറയാം. നിങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയം ഇവിടെ ഉയർന്നു വന്നു, വളരെ പ്രധാനമായി വന്നു. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കേസിന് പോയ ജയാ താക്കൂർ എന്ന് പറയുന്ന വ്യക്തി മഹിളാ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് എന്ന വിവരം ഇവിടുത്തെ പ്രബുദ്ധരായ മലയാളികളെ അറിയിക്കുകയാണ്. പ്രബുദ്ധരായ മലയാളികളോട് അറിയിക്കുകയാണ്. എന്താണ് ആവശ്യപ്പെട്ടത്? എന്താ ആവശ്യപ്പെട്ടത്? ശരത് സാർ വായിച്ചില്ല? ശരത് സാർ വായിച്ചില്ലേ? ശരത് സാർ വായിച്ചില്ലേ? ആ വിഷയത്തിൽ ആ ഇലക്ട്രൽ വിഷയത്തിൽ ആ ഹർജിയുടെ വിഷയമാണ് സുപ്രീം കോടതി തള്ളിയത്. ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കണമെന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ റദ്ദാക്കണമെന്ന് നിങ്ങളുടെ മഹിളാ നേതാവ് പറയുമ്പോ പകരം 1600 കോടി മേടിച്ചു വെക്കാൻ. ഹലോ സാർ, ഇലക്ട്രൽ ബോണ്ട് എന്ന വിഷയത്തിൽ ഞങ്ങൾ മഹിളാ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞത് സുപ്രീം കോടതി അംഗീകരിച്ച് വിധി പ്രഖ്യാപനം വന്നല്ലോ. അപ്പൊ പിന്നെ കോൺഗ്രസ് പാർട്ടി എങ്ങനെ ഈ പണം വാങ്ങി? കോൺഗ്രസ് പാർട്ടി വാങ്ങിയത് ഞങ്ങൾ അധികാരത്തെ ഉപയോഗിച്ചോ, അവരെ ഭീഷണിപ്പെടുത്തിയോ, ED-യെ വിട്ടോ, സംസ്ഥാനങ്ങൾ ഭരിച്ച കാലയളവാണ്. ആ കാലയളവിൽ തൃണമൂൽ കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിട്ടാണോ? തൃണമൂൽ കോൺഗ്രസ് ED ഉണ്ടായിട്ടാണോ? SP-ക്ക് ED ഉണ്ടായിട്ടാണോ? ഒറീസയിലെ പാർട്ടി ED ഉണ്ടായിട്ടാണോ? അപ്പോ നിങ്ങളും കൈക്കൂലി പണം തന്ന പണമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇലക്ട്രൽ ബോണ്ട് എന്താ വിഷയം? ഇലക്ട്രൽ ബോണ്ട് എന്താ വിഷയം? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഒരു DD എടുക്കുന്നത് പോലെ ഒരു ഇലക്ട്രൽ ബോണ്ട് ബാങ്കിൽ പോയി എങ്ങനെയാ സാർ ഇലക്ട്രൽ ബോണ്ട് എങ്ങനെയാ ഉണ്ടാക്കുക? എങ്ങനെ രേഖ? ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ മാത്രമേ അത് രേഖയാകൂ. CPM-കാർ വാങ്ങി വെച്ചിട്ട് ബാങ്കിൽ കൊടുക്കാതെ കേസിന് തുടങ്ങിയില്ല പാർട്ടി. പകരം ഒരു കോടതി കേസ് കോടിക്കണക്കിന് രൂപ പകരം കേസ് നിങ്ങളുടെ അവസരം കഴിഞ്ഞു. പ്രേംകുമാർ MLA രണ്ട് കാര്യങ്ങൾ. ഇലക്ട്രൽ ബോണ്ട്, കരുവന്നൂർ. ഇലക്ട്രൽ ബോണ്ടും കരുവന്നൂരും പറയാം. അതിന്റെ കൂടെ ജനകീയ പ്രശ്നങ്ങളെ സംബന്ധിച്ചു കൂടി ഒന്ന് പറഞ്ഞു പോവാൻ. 50 രൂപയ്ക്ക് പെട്രോളും 50 രൂപയ്ക്ക് ഡീസലും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് 10 കൊല്ലം മുമ്പ് രാജ്യത്ത് അധികാരത്തിൽ വന്നത്. കൊടുത്തോ? ഈ രാജ്യത്ത് അവസരമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കുന്ന രാജ്യം ഇന്നും ഇന്ത്യയാണ്. ഇന്ത്യയുടെ ജനങ്ങളുടെ പട്ടിണി പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു നയം ഈ രാജ്യത്തെ ഗവൺമെന്റ് 10 കൊല്ലം കൊണ്ട് നടപ്പിലാക്കിയോ? രാജ്യത്ത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചോ? രാജ്യത്ത് 2017 ശേഷം BSNL ഒരു പുതിയ നിയമനം നടന്നോ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജിയോയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ്, BSNL-ന്റെ അംബാസിഡർ അല്ല. രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതിക്ക് 1,15,000 കോടി രൂപ നീക്കിവെച്ചത് 60,000 കോടി രൂപയാക്കി ചുരുക്കി. രാജ്യത്തെ ജനങ്ങളുടെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പട്ടിണി, ദാരിദ്ര്യം ഇതൊന്നും പരിഹരിക്കാനുള്ള ഒരു നയവും ഈ രാജ്യത്ത് നടപ്പിലാക്കാത്ത BJP ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടിക്കണക്കിന് രൂപ വാങ്ങി. ആ പൈസ എന്തു ചെയ്തു എന്ന് നിങ്ങൾ മറുപടി പറയേ. നിങ്ങൾ എന്തു ചെയ്തു ആ പണം എന്ന് നിങ്ങൾ മറുപടി പറയേ. കരുവന്നൂരിലല്ല, ഇന്ത്യയിലെ ഏത് നാഷണലൈസ്ഡ് ബാങ്കിലും അവിടെയുള്ള, ഞാനൊന്ന് പറയട്ടെ, ബാങ്കിൽ നിക്ഷേപിച്ച സംഖ്യ, ഏത് ബാങ്കിൽ നിക്ഷേപിച്ചാലും നിക്ഷേപിച്ചവരെല്ലാം ഒരു ദിവസം ചെന്ന് SBI-യിൽ ചെന്ന് പൈസ വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞാൽ തരാൻ പറ്റില്ല. SBI-ക്ക് കൊടുക്കാൻ പറ്റില്ല. SBI-യിലും നിക്ഷേപിച്ച പൈസ
എല്ലാ നിക്ഷേപിച്ചവരും നിക്ഷേപകരും ഒറ്റ ദിവസം ചെന്ന് ഞങ്ങൾ നിക്ഷേപിച്ച പൈസ ഇങ്ങോട്ട് തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടാൽ ലക്ഷക്കണക്കിന് കർഷകർ രാജ്യത്ത് മരണപ്പെട്ടു. രാജ്യത്ത് കർഷകർ മരണപ്പെട്ടു. നിങ്ങൾ കണ്ടോ? രാജ്യത്ത് കർഷകർ മരണപ്പെട്ടു. കേരളത്തിൽ എത്ര കർഷകർ മരണപ്പെട്ടു? കർഷകാത്മഹത്യ ഇവിടെ ഇല്ല. കേരളത്തിൽ കർഷകാത്മഹത്യ ആയിരുന്നില്ല ജോമോൻ, കർഷകാത്മഹത്യ ആയിരുന്നില്ല. അത്തരം വിവാദങ്ങൾ ഉണ്ടായി, പിന്നീട് അത് ബോധ്യപ്പെട്ടു കർഷകാത്മഹത്യ അല്ല. സിബിൽ സ്കോർ ഇല്ലാത്തത് കൊണ്ട് കർഷകൻ ആത്മഹത്യ ചെയ്തു. അത് കർഷകാത്മഹത്യ അല്ല. ഒരു ഫ്ലക്സ് ബോർഡ് ഉണ്ട്. കേരളത്തിൽ പോയി എണ്ണ അടിക്കരുത്, 10 രൂപ ഇവിടെ കുറവാ. 10 പറഞ്ഞാലും 50 ആവില്ല ജോമോൻ, 10 പറഞ്ഞാലും 50 ആവില്ല. 50 ആക്കും എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. കെ സുരേന്ദ്രൻ 2016 പറഞ്ഞത് പെട്രോളിന്റെ വില 50 ആക്കും എന്നാണ്. അത് ഇതുവരെ ആയിട്ടില്ല. ഒരു ലിറ്റർ പെട്രോളിന് 10 രൂപ കുറവ്. മോദി ഭരിക്കുന്ന രാജ്യത്ത് ഡീസലിന് വില എത്ര, പെട്രോളിന് വില എത്ര? മോദി ഭരിക്കുന്ന രാജ്യത്തല്ല ഞാൻ പറഞ്ഞു, ഇവിടെ ഇവര് വാങ്ങുന്ന. ഒരു മിനിറ്റ്, അത് പറയോ? രാജ്യത്തെ വില കേന്ദ്രമാകുന്ന സസ്ത്ര 39 രൂപ ഒരു ലിറ്റർ പെട്രോൾ. കേന്ദ്രമാകുന്ന സസ്ത്ര 19 രൂപ ഒരു ലിറ്റർ പെട്രോൾ. 2 രൂപ പറഞ്ഞാൽ 50 രൂപയാവോ? 110 രൂപയിൽ നിന്ന് 2 രൂപ പറഞ്ഞാൽ 50 രൂപയാവോ പെട്രോളിന്റെ വില? ആകുമോ? 105 രൂപയിൽ നിന്ന് 2 രൂപ കുറഞ്ഞാൽ 50 രൂപയാകുമോ? അത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുമ്പ് പറഞ്ഞൊരു സിദ്ധാന്തം പോലെയാവും. ശരി, രാജ്യത്തിന്റെ കാര്യം പറ. 3 പേരിലേക്കും രതീഷിലേക്കാണ് ആദ്യം. രതീഷ്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കൺക്ലൂഷൻ, ഈ ചർച്ചയുടെ കൺക്ലൂഷൻ, നിങ്ങളുടെ പ്രതീക്ഷ, ആത്മവിശ്വാസം പാലക്കാടിനെ മുൻനിർത്തി എങ്ങനെ? പാലക്കാട് 100% വി കെ ശ്രീകണ്ഠൻ 50,000-ൽ കൂടുതൽ വോട്ടിന് വിജയിക്കും. ആ വർത്തമാനം 50,000-ൽ കൂടുതൽ വോട്ടിന് വി കെ ശ്രീകണ്ഠൻ ജയിക്കും. ആർക്കും ഒരു സംശയവും വേണ്ട, നിങ്ങൾ ആർക്കും ഒരു സംശയം വേണ്ട. പെട്രോളിന്റെയും ഡീസലിന്റെയും വില, ഗ്യാസിന്റെ വില 50 രൂപ പെട്രോളിൽ എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ കൊള്ളയടിച്ച സംഖ്യകൾക്കുള്ള ഒരു മിനിറ്റ് എനിക്ക് തരണം. ഒരു എം പി ഒറ്റ മിനിറ്റ് എടുക്കുള്ളൂ. ഒരു എം പി പോലും ഇല്ലാതെ ഈ മണ്ഡലത്തിൽ ഞങ്ങൾ ഒരു 3-4 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ പറയാം. ഈ മണ്ഡലത്തിൽ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ പോയാ എങ്ങനെ കോൺഗ്രസ് എം പി പഞ്ചായത്ത് മെമ്പർ ഇല്ലാതെ വാർഡിൽ വികസനം നടത്തിയെന്ന് പറഞ്ഞ പോലെ വിവരം കെട്ട വർത്തമാനം സാർ. വിവരം കെട്ട വർത്തമാനം. ഇവിടെ 5 കിലോമീറ്റർ ഈ വഴി പോയാ ഒരു ഡിഫൻസ് പാർക്ക് ഉണ്ട്. 400 കോടി രൂപ ഞങ്ങൾ ചെലവഴിച്ചു. ഈ അടുത്ത് ഫുഡ് പാർക്കിന് വേണ്ടി, തെറ്റാണ് കേസ് കൊടുത്തോട്ടോ എനിക്കെതിരെ, ഫുഡ് പാർക്കിന് വേണ്ടി 6,000 കോടി ഞങ്ങൾ ചെലവഴിച്ചു. വ്യവസായ ഇടനാഴിക്ക് വേണ്ടി 3,800 കോടി ഈ മണ്ഡലത്തിലാണ്. ഗ്രീൻഫീൽഡ് ഹൈവേക്ക് വേണ്ടി 70 കോടി 114 രൂപ ഈ മണ്ഡലത്തിൽ കേന്ദ്ര സർക്കാർ. വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി അല്ല, ഇയാൾ പറയുമ്പോൾ വെറുതെ കളവള യൂണിവേഴ്സിറ്റി ഉണ്ട്, അത് എടുത്തില്ലാതാണോ? ഇത് മിനിസ്റ്റർ ഓഫ് ഫൈനാൻസ് പുറത്തുവിട്ടതാ. ഒരു മിനിറ്റ്, ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ലോ കേട്ടോ, സീരിയസ് ആയി പറഞ്ഞു. അമൃത് പദ്ധതിക്ക് വേണ്ടി 350 കോടി രൂപ ഈ മണ്ഡലത്തിലാ, പുറത്തല്ല കേട്ടോ. ഈ മണ്ഡലത്തിൽ ഇയാൾ പറയുമ്പോൾ ശ്രീകണ്ഠനൊക്കെ ഇവിടെ 8 നിലയിൽ പൊട്ടു. ശ്രീകണ്ഠനെ പൊട്ടിക്കാൻ അവര് തന്നെ ഗ്രൂപ്പുകാരുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങളുടെ വിഷയം ഇവിടെ ഒരു ക്യാബിനറ്റ് മന്ത്രി, ഒരു സഹമന്ത്രി അല്ല കേട്ടോ, ഒരു സഹമന്ത്രി അല്ല, ഒരു ക്യാബിനറ്റ് മന്ത്രി. അതായത് പ്രേംകുമാർ, ഞാൻ ഈ കേരളത്തിൽ സഞ്ചരിക്കുമ്പോഴേ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ഒരു കേന്ദ്രമന്ത്രി, ആറ്റിങ്ങിൽ ഒരു കേന്ദ്രമന്ത്രി, കൊല്ലത്തൊരു കേന്ദ്രമന്ത്രി, മാവേലിക്കരയിൽ ഒരു കേന്ദ്രമന്ത്രി, ഇവിടെ പാലക്കാട് കേന്ദ്രമന്ത്രിമാരെ മുട്ടിട്ട് നടക്കാൻ പറ്റാത്ത കേരളമാണോ 2024 കാണാൻ പോകുന്നതെന്നാണ് BJP പറയുന്നത്. സർക്കാർ ഇവിടുന്നാണോ? അപ്പൊ 400 പേര് ജയിക്കുന്നാണല്ലോ പറയുന്നത്. 400 മന്ത്രിമാരോ? വൻ ഓഫറാണ്, വൻ വിലക്കിഴിവ്, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ല, ഡിസ്കൗണ്ട് ഓഫർ. ശരി പ്രേംകുമാർ, നമുക്ക് നിർത്താം. പ്രേംകുമാർ, പാലക്കാട് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനകരമായിട്ടുള്ള വിജയം നേടും. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 2004 ആവർത്തിക്കുന്ന നിലയിലുള്ള വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലവിൽ അതിനുള്ള എല്ലാ ഒരുക്കവും പൂർത്തിയാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന്, രാജ്യത്ത് BJP നടപ്പിലാക്കുന്ന
ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി, വർഗീയ നയങ്ങൾക്കെതിരായിട്ടുള്ള ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വിധിയെഴുത്തായി കേരളത്തിലെ ജനങ്ങളുടെ വിധിയെഴുത്ത് മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നമ്മുടെ രാജ്യത്ത് ഇന്ന് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് കേരളത്തിന് അർഹതപ്പെട്ടത് തടഞ്ഞവരാണ്. കേരളത്തിന് അർഹതപ്പെട്ടത് കിട്ടാൻ അമേരിക്കക്കെതിരെയും ഇറാഖിനെതിരെയും പാകിസ്ഥാനെതിരെയും അല്ല. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ, 1 ലക്ഷത്തി സുപ്രീം കോടതി തന്നെ പറഞ്ഞതാണ്. സുപ്രീം കോടതി സെറ്റിൽ ചെയ്ത് വിട്ട വിട്. സുപ്രീം കോടതി തന്നെ കണ്ടെത്തിയതാണ്. കേസ് കൊടുക്കേണ്ടി വന്നു. കേരളത്തിന് അർഹതപ്പെട്ടത് കിട്ടാൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കേണ്ടി വന്നു. സുപ്രീം കോടതിയിൽ BJP പറയുകയാണ് നിങ്ങൾ കേസ് ഒന്ന് ജോമോൻ അറിയില്ല, പറഞ്ഞു കൊടുക്കുക. സുപ്രീം കോടതി എന്താണ് പറഞ്ഞതെന്ന് താങ്കൾക്ക് അറിയില്ലല്ലോ. സുപ്രീം കോടതി പറഞ്ഞു, ആദ്യം പറഞ്ഞു ഒന്ന് ചർച്ച ചെയ്യാൻ. എന്ത് ചർച്ച ചെയ്യാനെന്നോ? കേരളത്തിന് അർഹതപ്പെട്ടത് ലഭിക്കാനുള്ള കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി പറഞ്ഞു. കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി നമ്മുടെ നാട്ടിൽ നടന്നതാണ് കേട്ടോ. ഇനി കടമെടുക്കാൻ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നതാണ്. കേസ് പിൻവലിക്കാൻ കേന്ദ്രത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള കേരളത്തിന് അർഹതപ്പെട്ടത് കിട്ടുന്നതിന് വേണ്ടി കൊടുത്ത കേസ് ഒന്ന് പിൻവലിക്കുമോ എന്ന് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ഹാജരായിട്ടുള്ള സോളിസിറ്റർ ജനറൽ ചോദിക്കുക, കേരളം കേസ് ഒന്ന് പിൻവലിക്കുകയെന്ന്. 57,400 കോടി രൂപ കേരളത്തിന് അർഹതപ്പെട്ട വിവിധ വിഹിതം, 1,07,00,000 രൂപ 7.5 കൊല്ലം കൊണ്ട് കേരളത്തിന് കിട്ടാനുള്ളത്. കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന്റെ കേന്ദ്ര വിഹിതം പോലും കൊടുക്കാത്ത ഗവൺമെന്റാണ് രാജ്യത്ത് അധികാരത്തിലുള്ളത്. കോവിഡ് വന്ന സമയത്ത്, പ്രളയം വന്ന സമയത്ത് കേരളത്തെ സഹായിച്ചതിന്റെ ബില്ല് അയച്ചു തന്ന ഈ രാജ്യത്തിന്റെ അപമാനമായിട്ടുള്ള ഗവൺമെന്റാണ് ഇന്ത്യ രാജ്യത്ത് നിന്ന് അധികാരത്തിലിരിക്കുന്ന മോദി ഗവൺമെന്റ്. ഇതിനെതിരായ വിധിയെഴുത്താണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? വിധിയെഴുത്ത് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഏതായാലും പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്തിന്റെ നിരവധി വിഷയങ്ങൾ, ഇവിടെ ഉയർന്നു വന്ന രാഷ്ട്രീയ ആവേശം, അത് ഈ വിഷയങ്ങളുടെ ഗൗരവത്തെ അത്രമേൽ ബോധ്യപ്പെടുത്തുന്നത് തന്നെയാണ്. കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രംഗത്തിന്റെ ആവേശം പാലക്കാട് നിന്നുകൂടി, ഒറ്റപ്പാലത്ത് നിന്നുകൂടി പടക്കളത്തിലൂടെ പ്രേക്ഷകർക്ക് മുൻപിൽ ഇപ്പോൾ എത്തിത്തീർന്നിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.